കൽക്കട്ട ഇന്ത്യയുടെ വംഗഹൃദയം എന്നാണ് അറിയപ്പെടുന്നത്. ഗംഗയുടെ കൈവഴിയായ ഹൂഗ്ലിയുടെ തീരം, ചരിത്രവും സംസ്കാരവും മുളപൊട്ടിയ കാളിയുടെ മണ്ണ്, ഇന്ത്യയുടെ അതിസമ്പന്നമായ ഭൂതകാലത്തിൻ്റെ കനത്ത ഈടുവെപ്പുകളിൽ സിംഹഭാഗവും കൽക്കട്ടയ്ക്ക് സ്വന്തമാണ്. 17-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യദശകങ്ങൾ തൊട്ടിന്നോളം നമ്മുടെ സംസ്കൃതി കൊൽക്കത്തയെ തഴുകിയാണ് കടന്നുപോയത്. ആഹ്ലാദത്തിൻ്റെ നഗരം അഥവാ സിറ്റി ഓഫ് ജോയ്, കൊട്ടാരങ്ങളുടെ നഗരം സിറ്റി ഓഫ് പാലസസ് തുടങ്ങി പ്രകടനങ്ങളുടെ നഗരമെന്നും സിറ്റി ഓഫ് പ്രൊസഷൻസ്, ബന്ധുക്കളുടെ നഗരമെന്നും സിറ്റി ഓഫ് ബൺസ് എന്നും ഈ പഴയ കാളിഘട്ടിന് പേരുണ്ട്. പേരുകൾ ഓരോന്നും മഹാനഗരത്തിൻ്റെ വിചിത്രവും നിഗൂഢവുമായ പെരുമകളുടെ കഥ പറയുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കച്ചവട കേന്ദ്രമായി 1690 ജോബ് ചാർനോക്ക് തിരഞ്ഞെടുത്തത് കൊൽക്കത്തയെയാണ്. 8 വർഷത്തിനു ശേഷം 3 ഗ്രാമങ്ങൾ കൊൽക്കത്തയുൾപ്പെടെ കമ്പനി വില കൊടുത്തു വാങ്ങി. കൊൽക്കത്തയെ ഒരു നഗരമാക്കി വികസിപ്പിക്കാൻ തുടങ്ങിയത് അക്കാലത്താണ്. 1756 സിറാജുദ്ദൗള കൊൽക്കത്ത ആക്രമിച്ച് കീഴടക്കുകയും പേര് അലി നഗർ എന്നാക്കുകയും ചെയ്തു. തൊട്ടടുത്ത വർഷമാണ് പ്ലാസി യുദ്ധത്തിൽ സിറാജുദ്ദൗള തോൽക്കുന്നത്. കൽക്കത്ത അങ്ങനെ വീണ്ടും ബ്രിട്ടീഷ് ഭരണത്തിലായി. 1770 കുപ്രസിദ്ധമായ ബംഗാൾ ക്ഷാമത്തിനു ശേഷം 1772 കൽക്കത്ത ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനമായി. കൽക്കത്തയുടെ ആദ്യ ഗവർണർ ജനറലായി വാറൻ ഹേസ്റ്റിംഗും നിയമിതനായി. പിന്നീട് 1911 വരെ കൽക്കത്തയായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം. മറ്റു മഹാനഗരങ്ങളിൽ നിന്ന് ഭിന്നമായി കൊൽക്കത്തയ്ക്ക് അക്ഷരത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും കഥകളേറെ പറയാനുണ്ട്. ഇന്ത്യയിലെ ആദ്യ പത്രം ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയുടെ ദി ബംഗാൾ ഗസറ്റ് പുറത്തുവരുന്നത് കൊൽക്കത്തയിൽ നിന്നാണ്. 1780 ബംഗാൾ ഗസറ്റ് പുറത്തുവരുന്നത്. നമ്മുടെ നാഷണൽ ലൈബ്രറിയുടെ ആസ്ഥാനവും കൊൽക്കത്തയാണ്. ഇന്ത്യയുടെ നോബൽ ജേതാക്കളിൽ ഭൂരിപക്ഷവും കൊൽക്കത്തക്കാരാണ്. രാജാറാം മോഹൻ റോയ് മുതൽ ഇങ്ങോട്ട് എത്രയോ സാമൂഹിക പരിഷ്കർത്താക്കൾക്ക് കൊൽക്കത്ത ജന്മം നൽകിയിട്ടുണ്ട്. രവീന്ദ്രനാഥ ടാഗോർ ഉൾപ്പെടെ മലയാളികൾക്ക് സുപരിചിതരായ അസംഖ്യം സാഹിത്യ പ്രതിഭകൾ ഇവിടെ പിറവിയെടുത്തു. ശ്രീരാമകൃഷ്ണ പരമഹംസരും സ്വാമി വിവേകാനന്ദനും മദർ തെരേസയും സത്യജിത് റോയുമൊക്കെ കൽക്കട്ടക്കാരായിരുന്നു. സുഭാഷ് ചന്ദ്രബോസിൻ്റെ കൊൽക്കത്ത എന്നും അല്പം തീവ്രമായ രാഷ്ട്രീയ സങ്കല്പങ്ങളെയാണ് പുണർന്നിരുന്നത്. കൊട്ടാരങ്ങളുടെ നാടായ കൊൽക്കത്തയിൽ ചരിത്രപ്രസിദ്ധമായ കെട്ടിടങ്ങളും സ്മാരകങ്ങളുമൊക്കെ ഏറെയുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഗോഥിക്, ബാരക്, റോമൻ, പൗരസ്ത്യ, ഇസ്ലാമിക, വേദവാസ്തു വിദ്യകളുടെ പ്രയോഗരംഗം കൂടിയായിരുന്നു കൽക്കത്ത. രബീന്ദ്ര സേതു, വിവേകാനന്ദ സേതു, വിദ്യാസാഗർ സേതു എന്നീ പ്രശസ്ത പാലങ്ങൾ കൊൽക്കത്തയിലുണ്ട്. 1814 സ്ഥാപിക്കപ്പെട്ട ഇന്ത്യൻ മ്യൂസിയം, വിക്ടോറിയ സ്മാരകം, നന്ദൻ രബീന്ദ്ര സദൻ, ഈഡൻ ഗാർഡൻസ് ക്രിക്കറ്റ് സ്റ്റേഡിയം, സയൻസ് സിറ്റി, രബീന്ദ്ര ഭാരതി യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ 9 സർവകലാശാലകൾ കൊൽക്കത്തയിലുണ്ട്. അതുപോലെ കൊൽക്കത്തയിൽ ഒട്ടനവധി കാണേണ്ട കാഴ്ചകളും ധാരാളമുണ്ട്. ആയിരത്തി 1956 ജന്മശതാബ്ദി ആഘോഷിച്ച കൽക്കത്ത സർവകലാശാലയിൽ സി രാജഗോപാലാചാരി ചാൻസലറായിരുന്നിട്ടുണ്ട്. ടാഗോർ, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ജെ.സി. ബോസ്, ഡോക്ടർ സി.വി. രാമൻ, പി.സി. റോയ് തുടങ്ങിയവർ ഈ കൽക്കത്ത യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകരായിരുന്നു. ഈസ്റ്റ് ബംഗാളിൻ്റെയും മോഹൻ ബഗാന്റെയും ആസ്ഥാനമായ കൽക്കത്ത
ഏറെ സ്പോർട്സ് പ്രേമികൾക്കും ജന്മം നൽകിയിട്ടുണ്ട്. ഒളിമ്പിക് മെഡൽ ജേതാവ് നോർമൻ പ്രിച്ചാർഡ്, റിച്ചാർഡ് ജെയിംസ് അലൻ, ലെസ്ലി ക്ലോഡിയസ്, ഗുർബഖ് സിംഗ്, ഡോക്ടർ വി സ്പേസ്, ലിയാണ്ടർ സ്പേസ്, ക്രിക്കറ്റ് രാജാവ് സൗരവ് ഗാംഗുലി, മിഹിർ സെൻ, ജ്യോതിർമയി സിക്ദർ, അങ്ങനെ പലരും കൽക്കത്തയുടെ സംഭാവനയാണ്. ട്രാം സഞ്ചാര മേഖല ഇന്ന് നിലവിലുള്ള ഏക ഇന്ത്യൻ നഗരവും കൽക്കത്തയിലാണ്. 2003 വരെ ഭൂഗർഭ മെട്രോ റെയിൽവേയും കൽക്കത്തയിൽ മാത്രമായിരുന്നു. അടുത്ത കാലം വരെ ഇന്ത്യയിലെ ജനനിബിഡമായ നഗരവും കൽക്കത്തയായിരുന്നു. ചുറ്റുമുള്ള പട്ടണ സഞ്ചയങ്ങൾ കൂടി കണക്കിലെടുത്താൽ കൽക്കത്ത ഇന്ത്യയിലെ 3ാമത്തെ വലിയ മെട്രോ നഗരമാണ്. ലോകത്തിലെ 14ാമത്തെ മെട്രോപൊളിറ്റൻ നഗരമാണ് കൽക്കത്ത. ഇന്ത്യൻ വംശങ്ങൾക്കു പുറമെ ജർമ്മൻ, അർമേനിയൻ തുടങ്ങിയ യൂറോപ്യൻ വംശജരും ചൈനക്കാരും സിംഹളരും തിബത്തൻ വംശജരും ഈ മഹാനഗരത്തിൽ അലിഞ്ഞുചേരുന്നു. തിരക്കിൻ്റെ നാടാണ് കൽക്കത്ത. ലോകത്തിൽ ഏറ്റവുമധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ എന്ന ഗിന്നസ് റെക്കോർഡ് കൽക്കത്തയിലെ സൗത്ത് പോയിന്റ് ഹൈസ്കൂളിനായിരുന്നു. 1943 കൽക്കത്തയിൽ ക്ഷാമമുണ്ടായിട്ടുണ്ട്. ആയിരക്കണക്കിന് ജനങ്ങളാണ് അന്ന് മരിച്ചു വീണത്. 1947 ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ബംഗാൾ വിഭജിക്കപ്പെട്ടു. പശ്ചിമ ബംഗാളിൻ്റെ തലസ്ഥാനമായി കൽക്കത്ത മാറി. ഡോക്ടർ പ്രഫുല്ല ചന്ദ്ര ഘോഷ് ആയിരുന്നു കൽക്കത്തയുടെ ആദ്യ മുഖ്യമന്ത്രി. 2001 ജനുവരി 1 കൽക്കത്ത എന്ന പേര് കൊൽക്കത്ത എന്നാക്കിയത്. കൽക്കത്ത എന്ന പേര് വന്നത് കാളിഘട്ടിൽ നിന്നാണെന്നും കുമ്മായത്തിൻ്റെ നാടായതുകൊണ്ടാണെന്നും സമതലമെന്നർത്ഥമുള്ള കിൽക്കിലയിൽ നിന്നാണെന്നുമൊക്കെ അഭിപ്രായങ്ങളുണ്ട്. ഇവയൊക്കെയാണ് കൽക്കത്ത എന്ന മഹാനഗരത്തിൻ്റെ സവിശേഷതകൾ.